നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ചിന്തകനും ദർശകനുമായ ശ്രീ ജയരാജ് കുറുങ്ങാട്ടാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമായ പരമ അന്തിമ ബ്രഹ്മദർശനം എന്ന പുതിയ പുസ്തകത്തിനെ കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ഞാൻ സാറിന്റെ കൃതി വായിക്കാൻ ഇടയായി. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചും കൂടി അറിയാൻ വേണ്ടി ആണ് നമ്മളിന്ന് ഈ ഒരു സംഭവം നടത്തുന്നത്. അതിനെക്കുറിച്ച് അറിയാം. ആദ്യം ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. പുസ്തകം വായിക്കാനിടയായി അത്രയ്ക്കും നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചു എന്നുള്ളതിനൊരു തെളിവാണത്. ഇനി പുസ്തകത്തെക്കുറിച്ച് പറയാം. പുസ്തകത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മനുഷ്യൻ ചിന്തിക്കാൻ എന്താണ് കാരണം. മനുഷ്യന് ബുദ്ധി, മറ്റുള്ള മൃഗങ്ങളെക്കാൾ കൂടുതൽ ബുദ്ധി മനുഷ്യനുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. അതിനെന്താണ് കാരണം? അതാണ് ഒരു വിഷയം. അതിൽ നിന്നാണല്ലോ ചിന്ത ഉണ്ടാകുന്നത്. രണ്ടാമത് ഞാൻ പറയുന്നത്, എന്താണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, അത് ദർശനത്തിലേക്ക് എങ്ങനെ പോകുന്നു, എന്താണ് ദർശിക്കുന്നത്, ഇതാണ് രണ്ടാമത്തെ. ഇനി എനിക്ക് പറയാനുള്ളത് 3-ാം ഭാഗമാണ്. അത് ചിന്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ദർശിച്ചത് കൊണ്ടോ ഈ ദർശകന് എന്താണ് അനുഭവിച്ചത്, ഇതാണ് പുസ്തകത്തിന് പ്രധാനപ്പെട്ട വിഷയം. ഇനി ഞാൻ മനുഷ്യന്റെ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മറ്റു ജീവികളെക്കാൾ കൂടുതൽ ബുദ്ധി മനുഷ്യൻ ഉണ്ടാകാൻ കാരണം മനുഷ്യന്റെ ഭൗതികമായ അല്ലെങ്കിൽ ശാരീരികമായ പോരായ്മകൾ കൊണ്ടാണ്. ഈ പോരായ്മകൾ നിവർത്തിക്കാനാണ് അവർ കുറെ കാലങ്ങളെ ശ്രമിച്ച് ഇന്നത്തെ നേടിയെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് സങ്കീർണത, ഒരുപാട് പ്രയാസങ്ങൾ മനുഷ്യർക്ക്. ഇതിനെന്താണ് പരിഹാരം എന്ന് ചിന്തിച്ച് ഇതിനെന്താണ് കാരണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ സ്വന്തം പ്രകൃതിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത്. ഇനി ദർശിക്കുന്നത് എന്താണെന്ന്. പ്രപഞ്ചം വളരെ സങ്കീർണം. ഒന്നിലും പരമസത്യം കാണുന്നില്ല. കാരണം എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു കാരണമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സത്യം, സത്യം എവിടെയാണ്, എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിന്റെ സീമ കടന്ന് ബ്രഹ്മത്തിലേക്ക് എത്തും. അവിടെ ഒന്നുമില്ല, ശൂന്യമായ അവസ്ഥയാണ്. ഈ ശൂന്യമായ അവസ്ഥയുടെ പ്രത്യേകത, അതിന് കാരണം ആവശ്യമില്ല എന്നുള്ളതാണ്. അടിസ്ഥാനവും ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ സത്യമുണ്ട് എന്ന് തെരഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ സത്യം താനേ തെളിഞ്ഞു. ആ സത്യം ഇതാണ് നമ്മൾ ശൂന്യമായ അവസ്ഥ അല്ലെങ്കിൽ പരമാവസ്ഥ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ അവസ്ഥ എന്നുള്ള അതിൻ്റെതായ ഭാവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത്, നിഷേധിക്കാൻ പറ്റാതെ ഉള്ളതായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഉള്ളതായ അവസ്ഥ. അതേക്കുറിച്ച് പോലും ചിന്തിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സത്യം തോന്നും. ഉള്ളതായ അവസ്ഥ ഉള്ളതായിരിക്കണമെങ്കിൽ അത് ഉള്ളതായി കൊണ്ടിരിക്കണം. ഒരു കണ്ടിന്യൂറ്റി. ആ കണ്ടിന്യൂറ്റിയിൽ ഒരു സജീവതയുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്, ഒരു എനർജിയുണ്ട്. അപ്പോൾ ഉള്ളതായി കൊണ്ടിരിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു അനിവാര്യതയാണ്. ആ സിറ്റുവേഷൻ്റെ ഒരു അനിവാര്യതയാണ്. അനിവാര്യത ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് നിവൃത്തിയാണ്. നിവൃത്തികളെല്ലാം പ്രവൃത്തികളാണ്. പിന്നെ എനർജിയുടെ, ഊർജത്തിന്റെ ഈ അടിസ്ഥാനം എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് അതിൽ നിന്ന് താനെ തെളിഞ്ഞു വരുന്നു. അനിവാര്യത, നിവൃത്തി, പ്രവൃത്തി, ഊർജം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രവൃത്തി എന്താണ് എന്നുള്ളത്. പ്രവൃത്തി എന്നുള്ളത് സത്യസന്ധമായിരിക്കണം, ശുദ്ധമായി. അതാണ് സൂക്ഷ്മ സ്പന്ദനം. സൂക്ഷ്മ സ്പന്ദനത്തിൽ സമയമില്ല. അത് സ്പന്ദിച്ച ഉടനെ തന്നെ ഇല്ലാതാവും. അപ്പോൾ അവിടെ സമയത്തിന്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഉള്ളത് സ്ഥലമാണ്. സ്ഥലത്തിൻ്റെയും അവിടെ പ്രശ്നം വരുന്നില്ല.
അങ്ങനെ വരുമ്പോൾ ആ പ്രവൃത്തിയിലൂടെയാണ് ബ്രഹ്മം സാക്ഷാത്കരിക്കുന്നത്, ഈ സജീവതയെ സാക്ഷാത്കരിക്കുന്നത്. ഇതിപ്പോ സാറ് പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അറിയാനുള്ളത്, ഈ പ്രപഞ്ചം ഇപ്പൊ കാണുന്നത് പോലെ ആവാനുള്ള കാരണങ്ങൾ എന്താണ്? പറയാം. ഊർജത്തിന്റെ സ്രോതസ്സിനെ പറ്റി നമുക്ക് മനസ്സിലായി. ഇവിടെ ഞാൻ സൂക്ഷ്മ സ്പന്ദനത്തെ കുറിച്ച് പറഞ്ഞു. ഈ സൂക്ഷ്മ സ്പന്ദനം ആവർത്തിക്കേണ്ടതായിട്ട് വരികയും ഒരു സ്പന്ദനത്തിന് ശേഷം അടുത്ത സ്പന്ദനം അങ്ങനെ ആവർത്തിക്കും. ഈ ആവർത്തനത്തിലൂടെയാണ് സമയവും സ്ഥലവും ആവിർഭവിക്കുന്നത്. അതിനു മുമ്പ് സമയവും സ്ഥലവും ബ്രഹ്മത്തിന് പ്രശ്നമല്ല, ഇപ്പോൾ അത് പ്രശ്നമാണ്. ഇത് വളർന്ന് വികസിച്ച് ആകർഷണം, വികർഷണം എന്നിവയിലൂടെയാണ് വസ്തുഭാവം ഉണ്ടാകുന്നത്. ഈ വസ്തുഭാവത്തിന്റെ എല്ലാം അടിസ്ഥാനപരമായ പ്രവണത നിലനിൽക്കണം എന്നുള്ളതാണ്. സജീവമായി നിലനിൽക്കണം. ഈ നിലനിൽപ്പിന് വേണ്ടി അവ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പരസ്പരം ആകർഷിക്കുന്ന, വികർഷിക്കുന്ന പല രൂപീകരണങ്ങളും ഉണ്ടാകും. അതാണ് നമ്മൾ ഈ ചുറ്റും കാണുന്നത്. അതാണ് പ്രപഞ്ചം. അതുകൊണ്ട് ഈ പ്രപഞ്ചം സങ്കീർണമാണ്, നമുക്ക് ഗുണവുമാണ് ദോഷവുമാണ്. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ വേണ്ടിയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുമാണ് നമ്മൾ ശൂന്യമായ അവസ്ഥയിലേക്കും പരബ്രഹ്മാവസ്ഥയിലേക്കും പോയത്. ഇനി ഞാൻ പരബ്രഹ്മാവസ്ഥയെക്കുറിച്ച് പറയാം. പരബ്രഹ്മാവസ്ഥ, പരമസത്യം, പരമാവസ്ഥ, പരമഭാവം എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി പരമസത്യം എന്താണെന്ന് ആർക്കും മനസ്സിലാകില്ല. കാരണം എല്ലാമായിരിക്കുന്ന ഈ പരമാവസ്ഥയ്ക്ക് വ്യക്തത ഉണ്ടാകാൻ സാധ്യതയില്ല. വ്യക്തമായ അതാണ് എന്ന് പറയാൻ അതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അത് എല്ലാമായിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ഈ അവസ്ഥയ്ക്ക് വേറെയും വിശേഷങ്ങളുണ്ട്. ഞാനത് പറയാം. ഒന്നാമത്തെ കാര്യം, ഏറ്റവും പരമമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്നുള്ളതാണ്. അവിടെ മറ്റ് ബ്രഹ്മങ്ങൾക്കൊന്നും യാതൊരു അവസരവുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നാം അതിനെ പരബ്രഹ്മം എന്ന് പറയുന്നു. പരബ്രഹ്മ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് ഉള്ളതെന്തോ അതാണ് ബ്രഹ്മം എന്ന ലെവലിലേക്ക് അതെത്തുക. ഇനി വേറെയും വിശേഷം, ഈ ബ്രഹ്മം ഒന്നേ ഉള്ളൂ എങ്കിൽ ബ്രഹ്മത്തിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ടാണ് സ്ഥലം അനന്തമായിരിക്കുന്നത്, സമയം അനന്തമായിരിക്കുന്നത്, എപ്പോഴുമുള്ള ഒരു പ്രതിഭാസമായിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തിന് സമയവും സ്ഥലവും പ്രത്യേകമാണ്. ഇനി ഇത്തരം കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റാത്തത്, സ്വയം മാറാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ ബ്രഹ്മം ഏകമാണ് എന്നുള്ളത് ബ്രഹ്മത്തിന് പോലും മാറ്റാൻ പറ്റില്ല. സ്ഥലം അനന്തമാണെന്നുള്ള സ്ഥലത്തിനും മാറ്റാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആയതും ആകുന്നതുമായ ഒരു പ്രതിഭാസമാണ് ബ്രഹ്മം. ഈ ബ്രഹ്മത്തിന് മനുഷ്യന്റെ അറിവ് എന്ന പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നമൊന്നും ബ്രഹ്മത്തിനില്ല. ബ്രഹ്മം അറിവല്ല, ആയതും ആയിക്കൊണ്ടിരിക്കുന്നതുമായ അവസ്ഥയാണ് ബ്രഹ്മം. അവിടെ അറിവിന്റെ പ്രശ്നമേ ഇല്ല. ഇപ്പൊ എന്നെ ബ്രഹ്മം അറിയുന്നു എന്നൊന്നും എനിക്ക് നേരിട്ട് ഞാൻ അറിയുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ബ്രഹ്മം ആയതും ആകാതിരിക്കുന്ന അവസ്ഥ. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഈ ദർശകന് എന്താണ് പ്രയോജനം എന്നുള്ള തലത്തിലേക്ക് നൽകുന്നത്. സത്യം മനസ്സിലായാൽ നമുക്ക് തൃപ്തി ഉണ്ടാകും. ചെറിയ സത്യമായാലും ശരി, എന്ത് സത്യമായാലും ശരി. സത്യം അറിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും. അപ്പൊ സത്യം അറിയുന്തോറും ഈ തൃപ്തി, ആനന്ദം എന്ന ലെവലിലേക്ക് നീങ്ങും. ജ്ഞാനം, ആനന്ദം. പരമജ്ഞാനമാണെങ്കിലോ പരമാനന്ദമാണ് നമുക്ക്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു തൃപ്തിയും ആനന്ദവും അർത്ഥവും ഉണ്ടാകും. ഈ അർത്ഥം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന് എന്താണ് അർത്ഥം? അത് തന്നെയാണ് നമ്മുടെ അർത്ഥം. ബ്രഹ്മത്തിന്റെ കാര്യം പറഞ്ഞു, ബ്രഹ്മമേകമാണ്. അതിനെ ഒന്നും ചെയ്യാൻ ബ്രഹ്മത്തിന് പോലും കഴിയില്ല.
അപ്പൊ ഒരു അർത്ഥത്തിനെ പറ്റി ഏകദേശം നമുക്കൊരു രൂപം കിട്ടി. ഇതുപോലെ തന്നെയാണ് എനിക്ക് എന്നെ നിഷേധിക്കാൻ പറ്റില്ല, ജീവിതത്തെ നിഷേധിക്കാൻ പറ്റില്ല. എന്നാൽ വിരോധങ്ങളെ നീക്കാൻ നമുക്ക് അറിയുന്തോറും വിരോധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ നമ്മൾ പരമശരീരനെ ദർശിക്കുന്നു. ഈ പരമശരി എന്നാൽ എന്താണ്? ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്നതാണ് ശരി. ഈ ശരി ആര് തീരുമാനിച്ചു ഇങ്ങനത്തെ ശരിയെ? സ്വയം അങ്ങനെ ആവുന്നതാണ്. അനന്തമാണ് സ്ഥലം, ആരാണ് തീരുമാനിക്കുന്നത്? അതങ്ങനെയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങളെയെല്ലാം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഈ പരമശരിയെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നമ്മുടെ വിരോധങ്ങളെല്ലാം ഉപേക്ഷിച്ചു, എന്നിട്ട് ആ ശരിയെ നമ്മൾ സമ്മതിക്കുക. ശരിയെ സമ്മതിക്കുകയാണ്. ശരി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായാൽ ശരിയെ സമ്മതിക്കുക. ശരിയെ സമ്മതിച്ചാൽ നമ്മൾ എന്തായി? നമ്മുടെ മനസ്സും ബ്രഹ്മസത്യവും ഉണ്ടായി. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ദർശനത്തിന്റെ ധർമ്മം. പരമാത്മ താതാത്മ്യം വേണമെങ്കിൽ ആത്മയോഗമെന്നോ ദർശനയോഗമെന്നോ ഒക്കെ പറയാം. അപ്പൊ മനുഷ്യന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു, വിരോധങ്ങൾ അവസാനിച്ചു, ഇനി ഇതിലും കൂടുതലായ ഒരു സാധ്യതയില്ല. ഇതാണ് സാഫല്യവും ധർമ്മവും. ഇത്രയും ആഴമേറിയ ചിന്ത നമ്മളോടൊപ്പം, നമ്മുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചതിൽ നന്ദി. ഇത് എല്ലാവരും മനസ്സിലാക്കി ഈ ഒരു രീതിയിൽ അവർ അത് കൊണ്ടുപോകണമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും സാറിന്റെ ബഹുമൂല്യമായ സമയം നമുക്ക് ചെലവഴിച്ചത് നന്ദി. നമസ്കാരം.